നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ നൽകുമോ എന്നതിൽ തീരുമാനമായില്ലെന്ന് വെൽഫെയർ പാർട്ടി. ആരെ പിന്തുണയ്ക്കുമെന്നുടൻ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി റിപ്പോർട്ടറിനോട്. സംസ്ഥാനത്ത് തുടർഭരണം വേണ്ടെന്നും CPM BJP സഹായിക്കുകയാണെന്നും റസാഖ് പാലേരി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി ഇപ്പോൾ പ്രത്യേകമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ഘട്ടത്തിലും ഞങ്ങൾക്ക് സാധ്യമായ ഇടങ്ങളിലൊക്കെ മത്സരിക്കുകയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. മത്സരിക്കാത്തിടങ്ങളിൽ അതത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി ഞങ്ങൾ പലർക്കായി വോട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ CPMന്റെ ഭരണം തുടർന്ന് ആഗ്രഹിക്കുന്ന ആരും ഇപ്പോൾ ഇല്ലല്ലോ. സഖാക്കൾ വരെ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ ഒരു വലിയ സംഘപരിവാർ രാഷ്ട്ര നിർമ്മിതിയും ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ മതനിരപേക്ഷതയും ഒക്കെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള പരസ്യമായി അത് പറഞ്ഞുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വിശാലമായ ഒരു ഐക്യനില രൂപപ്പെടുത്തിയെടുക്കേണ്ട ഘട്ടത്തിൽ ന്യൂനപക്ഷ വർഗീയത മറ്റു പലതും പറഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന രീതി സ്വീകരിക്കരുത് എന്നാണ് ഞങ്ങൾ. ഇപ്പോൾ അർജുൻ കല്യാണുണ്ട്. അർജുൻ കല്യാട്, എന്താണ് വെൽഫെയർ പാർട്ടിയുടെ ഉദ്ദേശം? ഒരു ബാർഗെയിനിങ് ആണോ? കഴിഞ്ഞ തവണ കുറേ സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചു, പലതും സീറ്റുകൾ വോട്ടൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഇക്കുറി തങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയാക്കണം, ഇതാണോ വെൽഫെയർ പാർട്ടിയുടെ മനസ്സിലിരിപ്പ്? അതുകൊണ്ടാണോ ഇപ്പോൾ പിന്തുണ ഈ ഘട്ടത്തിൽ പറയാത്തത്? ഡോക്ടർ അരുൺ, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങൾക്ക് ശേഷം മാത്രമേ ഏത് മുന്നണിയെ പിന്തുണക്കണം അല്ലെങ്കിൽ എന്താണ് തങ്ങൾ സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള റസാഖ് പാലേരി വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ UDF ഏതെങ്കിലും ഒരു സഖ്യമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടോ ഒന്നും തന്നെയല്ല. ഒരു പാർട്ടി തങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്ന മട്ടിലാണ് അന്ന് പിന്തുണ സ്വീകരിച്ചത്. ഇപ്പോഴും ആ തരത്തിൽ തന്നെ ആയിരിക്കും UDFന്റെ നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു ബാർഗെയിനിങ് പോലെയുള്ള ഒരു കാര്യമായി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, അതായത് ഒരു പൊതു സ്വതന്ത്രനെയൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് കൂടി അഭികാമ്യമായ രീതിയിൽ, അതായത് വെൽഫെയർ പാർട്ടിക്ക് കൂടി അഭികാമ്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ UDF നിർത്തണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നുപോലും നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വെൽഫെയർ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ അത് ഇടതുപക്ഷത്തിനില്ല, CPIമിനില്ല. അവർ പറയുന്നത് ഇനിയൊരു തുടർഭരണം വേണ്ട എന്നുള്ളത് തന്നെയാണ് സഖാക്കൾ പോലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ആ മുന്നണിയെ പിന്തുണക്കാൻ വേണ്ടി ഇല്ല എന്നുള്ള കാര്യം വെൽഫെയർ പാർട്ടി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആർക്ക് പിന്തുണ നൽകും എന്നുള്ള ചോദ്യത്തിന് അത് പിന്നീട് യോഗത്തിലൊക്കെ ശേഷം മാത്രം തീരുമാനിക്കാമെന്നുള്ളതാണ് റസാഖ് പാലേരി വ്യക്തമാക്കുന്നത്. അരുൺ, കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. അർജുൻ കല്യാൺ പറയാതെ തന്നെ പറയുന്നുണ്ട്, ഇടതുപക്ഷത്തിന് പിന്തുണയില്ല, BJPക്ക് പിന്തുണയില്ല. അപ്പോൾ പിന്നെ നിലവിൽ കേരളത്തിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്നുള്ളത് UDF മാത്രം.